everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് കോൺസ്റ്റബിൾ GDയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷിഫ്റ്റ് 11th January 2023 ഷിഫ്റ്റ് 2 ആണ്. നമ്മൾ ഷിഫ്റ്റ് 1 നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Who among the following personalities has won the Padma Shri for her contribution in Kathakali dance form in the year 2019? അപ്പോൾ 2019 ആരാണ് പത്മശ്രീ അവാർഡ് ലഭിച്ച വ്യക്തി? അതും എന്തിനുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു? കഥകളി ഡാൻസിനുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ കഥകളി ഡാൻസിനുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് ആർക്കാണ് 2019 പത്മശ്രീ ലഭിച്ചത് എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 is Geeta Kapoor, ഓപ്ഷൻ 2 is Vaibhavi Merchant, ഓപ്ഷൻ 3 is Shovana Narayanan and ഓപ്ഷൻ 4 is Milena Salvini. അപ്പോൾ ഇതിൽ ആരായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? റൈറ്റ് ആൻസർ ഇസ് മിലീന സാൽവിനി. മിലീന സാൽവിനി ആയിരുന്നു കഥകളി ഡാൻസിന് വേണ്ടിയിട്ട് പത്മശ്രീ ലഭിച്ച വ്യക്തി. അതും 2019 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മിലീന സാൽവിനി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബോൺ ഡാൻസറാണ്. അതുപോലെ തന്നെ കഥകളി എന്ന് പറയുന്നത് എവിടുത്തെ ഡാൻസ് ഫോമാണ്? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഡാൻസ് ഫോമാണ് കഥകളി എന്ന് പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 പത്മശ്രീ ലഭിച്ചതെന്ന് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് വൺ ഇസ് കൗ ഡങ്ക് ഈസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ആസ് എ ഡാഷ്. ഓക്കെ, കൗ ഡങ്ക് അഗ്രികൾച്ചറിൽ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 ഇസ് ഓർഗാനിക് ഫെർട്ടിലൈസർ, ഓപ്ഷൻ 2 is inorganic fertilizer, option 3 is chemical fertilizer and option 4 is waste product. ഇതിൽ എന്തായിട്ടായിരിക്കും കൗ ഡങ്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക? നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറയാം അല്ലേ. ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടായിരിക്കും കൗ ഡങ്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് എന്ത്? കൗ ഡങ്ക്. അപ്പോൾ ഇനോർഗാനിക് എന്താണ്? നമ്മൾ ഏതിൽ നിന്നെങ്കിലും സിന്തസൈസ് ചെയ്തെടുക്കുന്നത് അല്ലേ. ഇപ്പോൾ റോക്സിൽ നിന്നോ അല്ലെങ്കിൽ മിനറൽസിൽ നിന്നൊക്കെ നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനോർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലോ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ത്? കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൗ ഡങ്ക് വരിക? ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടായിരിക്കും കൗ ഡങ്ക് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. In which city is the cricket stadium M. Chinnaswamy located? അപ്പോൾ M. Chinnaswamy സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയം ഏത് സിറ്റിയിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 is Delhi, ഓപ്ഷൻ 2 is കൊൽക്കത്ത, ഓപ്ഷൻ 3 is ബാംഗ്ലൂർ ആൻഡ് ഓപ്ഷൻ 4 is മുംബൈ. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഓപ്ഷൻ 3 ബാംഗ്ലൂർ ആണ് അല്ലേ. എം ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്? ബാംഗ്ലൂരാണ്. കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് our next question is, in which of the following parts of the Constitution of India are fundamental rights embodied? അപ്പോൾ ഏത് പാർട്ടിലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ പാർട്സ് ആയിരിക്കും ഏത് പാർട്ടിലായിരിക്കും? ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ 1 is fourth part, ഓപ്ഷൻ 2 is first part, ഓപ്ഷൻ 3 is third part and ഓപ്ഷൻ 4 is second part. ഇതിൽ ഏത് പാർട്ടിലായിരിക്കും? തേർഡ് പാർട്ടിലായിരിക്കും അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലായിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക? തേർഡ് പാർട്ടിലായിരിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടം തൊട്ട് എവിടം വരെയാണ് വരുന്നത്? 14 ആർട്ടിക്കിൾ 14 തൊട്ട് 35 വരെയാണ് അല്ലേ. പാർട്ട് 3 ഏത് തൊട്ട് ഏത് വരെയുള്ള ആർട്ടിക്കിൾസ് ആണുള്ളത്? 14 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഏതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പാർട്ട് 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി പാർട്ട് 4 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞേ. പാർട്ട് 4 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർട്ട് 4 പറയുന്നത് DPSPയെ കുറിച്ചാണ് അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചാണ് എന്ത് പറയുന്നത്? പാർട്ട് 4 പറയുന്നത്. അല്ലെങ്കിൽ DPSPയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പാർട്ട് 4 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമ്മുടെ സിറ്റിസൺഷിപ്പ് ആണ് അല്ലേ. സിറ്റിസൺഷിപ്പാണ് എന്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലേ. സിറ്റിസൺഷിപ്പാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഫസ്റ്റ് പാർട്ടിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണല്ലേ. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് അല്ലേ. ടെറിട്ടറീസ്. അപ്പോൾ
നമ്മുടെ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് DPSP ആണ്. നമ്മുടെ തേർഡ് പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. സെക്കൻഡ് പാർട്ടിലാണെങ്കിലോ സിറ്റിസൺഷിപ്പ് ആണ്. ഫസ്റ്റ് പാർട്ടാണെങ്കിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following became member of Legislative Assembly from Kairagarh, Chhattisgarh in India in April 2022? അപ്പോൾ ഏപ്രിൽ 2022 ഛത്തീസ്ഗഡിലെ കൈരാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആരായിരിക്കും? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് മുസാഫിർ പസ്വാൻ, ഓപ്ഷൻ 2 ഈസ് ബന്ധു ടർക്കി, ഓപ്ഷൻ 3 ഈസ് യശോദ വർമ്മ ആൻഡ് ഓപ്ഷൻ 4 ഈസ് മനോജ് സിംഗ് മാണ്ഡവി. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യശോദ വർമ്മയാണ്. യശോദ വർമ്മയാണ് എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് സ്ഥലത്ത് നിന്നായിരുന്നു? ഛത്തീസ്ഗഡിലെ കൈരാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നായിരുന്നു. എപ്പോഴായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏപ്രിൽ 2022 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് പാർട്ടിയായിരുന്നു യശോദ വർമ്മ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആയിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് our next question is, Prime Minister Narendra Modi launched the Jal Jeevan Mission in dash. നമുക്കറിയാം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തതാണ് എന്ത്? ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന മിഷൻ. അത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 is 2022, ഓപ്ഷൻ 2 is 2019, ഓപ്ഷൻ 3 is 2018 ആൻഡ് ഓപ്ഷൻ 4 is 2014. ഇതിൽ ഏത് വർഷമായിരിക്കും കറക്റ്റ് ആയിട്ട്? ഓപ്ഷൻ 2 2019 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ജൽ ജീവൻ മിഷൻ പ്രധാനമന്ത്രി എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 2019 ലോഞ്ച് ചെയ്തത്. എന്തായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ അല്ലേ? എല്ലാ ഹൗസ് ഹോൾഡിലേക്കും പൈപ്പ് ലൈൻ വാട്ടർ സപ്ലൈ, കറക്റ്റായിട്ട് വാട്ടർ സപ്ലൈ ലഭിക്കുക, അത് ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തിൽ വരുന്നുണ്ടായിരുന്നത്? ജൽ ജീവൻ മിഷനിൽ വരുന്നുണ്ടായിരുന്നത്. ആൻഡ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. On which festival does people of North India worship Goddess Lakshmi and Lord Ganesha together? അതായത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഏത് ഫെസ്റ്റിവലിലാണ് അവർ ലോർഡ് ഗണേശയും അതുപോലെ തന്നെ ഗോഡസസ് ലക്ഷ്മിയെയും ഒന്നിച്ച് വർഷിപ്പ് ചെയ്യുന്നത്? ഏത് ഫെസ്റ്റിവലിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഫെസ്റ്റിവൽ ആയിരിക്കും? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് ദസറ, ഓപ്ഷൻ 2 ഇസ് ജന്മാഷ്ടമി, ഓപ്ഷൻ 3 ഈസ് ഹോളി ആൻഡ് ഓപ്ഷൻ 4 ഇസ് ദീപാവലി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ദീപാവലിയാണ്. ദീപാവലി അല്ലെങ്കിൽ ദീപാവലി അല്ലേ? ദീപാവലിക്കാണ് നമ്മൾ ഗോഡസസ് ലക്ഷ്മിയെയും അതുപോലെ തന്നെ ലോർഡ് ഗണേശയും ഒന്നിച്ച് വർഷിപ്പ് ചെയ്യുന്നത്. എപ്പോൾ തൊട്ട് ഏകദേശം ഏത് സമയത്താണ് നമ്മുടെ ദീപാവലി വരുന്നത്? മിഡ് ഒക്ടോബർ അല്ലെങ്കിൽ മിഡ് നവംബറിന് ഇടയിലായിട്ടായിരിക്കും ദീപാവലി ഉണ്ടാവുക അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which means of transport is now being used to transfer crude oil, petroleum products and natural gas? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രൊഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ഏത് മീൻസ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? നമ്മൾ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ബസ് എന്നാണ് പറയുന്നത്, ഓപ്ഷൻ 2 പൈപ്പ് ലൈൻസ് ആണ്, ഓപ്ഷൻ 3 കേബിൾ ആണ്, ഓപ്ഷൻ 4 എയർവേസ് ആണ്. ഏതായിരിക്കും? ഓപ്ഷൻ 2 പൈപ്പ് ലൈൻസ് ആയിരിക്കും അല്ലേ? പൈപ്പ് ലൈൻസ് വഴിയാണ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രൊഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വാട്ടർ വേ കണക്ട്സ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ വിത്ത് ദ പെസഫിക് ഓഷ്യൻ? അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനെയും പെസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്ന വാട്ടർ വേ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സൂയസ് കനാലാണ്, ഓപ്ഷൻ 2 എന്ന് പറയുന്നത് കീൽ കനാലാണ്, ഓപ്ഷൻ 3 എന്ന് പറയുന്നത് വോൾഗ ഡോൺ കനാലാണ് ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് പനാമ കനാലാണ്. അപ്പോൾ ഇതിൽ ഏത് കനാലാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓപ്ഷൻ 4 പനാമ കനാലാണ് അല്ലേ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനെയും പെസഫിക് ഓഷ്യനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന വാട്ടർ വേ ഏതാണ്? പനാമ കനാലാണ് അല്ലേ? സൂയസ് കനാൽ എവിടത്തെയാണ്? ഈജിപ്തിലെയാണ് അല്ലേ? ഈജിപ്തിലെയാണ് സൂയസ് കനാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which dancing legend was the youngest recipient of പത്മഭൂഷൺ ഇൻ 1992? 1992 പത്മഭൂഷൺ ലഭിച്ച യങ്ങസ്റ്റ് റെസിപ്പിയൻ ആരാണ്, അല്ലെങ്കിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 ഇസ് അനുരാധ പാണ്ഡ്യ,
ഓപ്ഷൻ 2 ഈസ് സൊണാൽ മാൻസിംഗ്, ഓപ്ഷൻ 3 ഈസ് ഉദയ് ശങ്കർ ആൻഡ് ഓപ്ഷൻ 4 ഈസ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ഇതിലാരായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 2 സൊണാൽ മാൻസിംഗ് ആണ്. സൊണാൽ മാൻസിംഗിനാണ് പത്മഭൂഷൺ എപ്പോൾ ലഭിച്ചത്? 1992 ലഭിച്ചത്. ആൻഡ് അവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? 2003 അവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 1992 പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് എപ്പോഴാണ്? 2003 ഇനി ആരാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്? നമുക്കറിയാം അല്ലേ, ഫേമസ് ആയിട്ടുള്ള കഥക് ഡാൻസർ ആണ് അല്ലേ, ഫേമസ് ആയിട്ടുള്ള കഥക് ഡാൻസർ ആണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. അതുപോലെ തന്നെ ഉദയ് ശങ്കർ ആരാണ്? ഫേമസ് ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡാൻസർ ആണ് അല്ലേ, കൊറിയോഗ്രാഫർ ആണ്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആര്? ഉദയ് ശങ്കർ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ആണെങ്കിൽ ഫേമസ് കഥക് ഡാൻസർ ആണ് അല്ലേ. അപ്പോൾ സൊണാൽ മാൻസിംഗ് ആരാണ്? ഭരതനാട്യം ആൻഡ് ഒഡീസി ഡാൻസർ ആണ് അല്ലേ, ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം ഡാൻസറും അതുപോലെ ഒഡീസി ഡാൻസറും ആണ് ആര്? സൊണാൽ മാൻസിംഗ്. സൊണാൽ മാൻസിംഗിന് പത്മഭൂഷൺ 1992 പത്മവിഭൂഷൺ 2003 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 243 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, dash means an institution of self-government constituted under Article 243B for the rural areas. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 243B പ്രകാരം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു സെൽഫ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെൽഫ് ഗവൺമെൻറ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് മുനിസിപ്പൽ കമ്മിറ്റിയാണ്. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് പഞ്ചായത്താണ്. ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ 3 ആണ് അല്ലേ, പഞ്ചായത്താണ്. അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാലാണ് എന്ത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏത് ആർട്ടിക്കിളാണ് പഞ്ചായത്ത് വരുന്നത്? ആർട്ടിക്കിൾ 243 വരുന്നത്. അപ്പോൾ ഗ്രാമസഭ ഏതിലായിരിക്കും വരിക? ആർട്ടിക്കിൾ 243A വരിക. പഞ്ചായത്ത് 243B ഗ്രാമസഭ 243A വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലക്ഷ്യ സെൻ ഇസ് എ പ്ലെയർ ഓഫ് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടാണ് ലക്ഷ്യ സെൻ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ 2 ഇസ് ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ 3 ഇസ് ക്രിക്കറ്റ് ആൻഡ് ഓപ്ഷൻ 4 ഇസ് കബഡി. അപ്പോൾ ലക്ഷ്യ സെൻ ഏതിലെ പ്ലെയർ ആണ്? ഓപ്ഷൻ 1 ബാഡ്മിൻ്റൻ്റെ പ്ലെയർ ആണല്ലേ. ബാഡ്മിൻ്റൻ്റെ പ്ലെയർ ആണ് ആര്? ലക്ഷ്യ സെൻ. അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലേ. എപ്പോഴാണ് ലഭിച്ചിട്ടുള്ളത്? 2022 അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന് ഗോൾഡ് ലഭിച്ചിട്ടുണ്ടല്ലേ. 2022 കോമൺവെൽത്ത് ഗെയിംസിന് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലേ. എപ്പോഴാണ്? 2022 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ലക്ഷ്യ സെൻ എന്തിൻ്റെ പ്ലെയർ ആയിരുന്നു? ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ബുളീമിയ? ബുളീമിയ എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ഓപ്ഷൻ 2 ഈസ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആൻഡ് ഓപ്ഷൻ 3 ഈസ് ബൈപോളാർ ഡിസോർഡർ ആൻഡ് ഓപ്ഷൻ 4 ഈസ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ബുളീമിയ വരുന്നുണ്ടാവുക? ബുളീമിയ എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. സോ ബുളീമിയ മീൻസ് ആൻ ഈറ്റിംഗ് ഡിസോർഡർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Prior to the country's independence, India was particularly known for its dash industries. അതായത് ഇൻഡിപെൻഡൻസിന് മുന്നേ ഇന്ത്യ ഏത് ഇൻഡസ്ട്രീസിലൊക്കെ ആയിരുന്നു ഫേമസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഏത് ഇൻഡസ്ട്രിയിലാണ് ഇന്ത്യ ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് ഫ്ലവർ, ഓപ്ഷൻ 2 ഇസ് സ്പൈസസ്, ഓപ്ഷൻ 3 ഇസ് മെറ്റൽ ആൻഡ് ഓപ്ഷൻ 4 ഇസ് ഹാൻഡിക്രാഫ്റ്റ്. ഏതിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ 4 ഹാൻഡിക്രാഫ്റ്റിലാണ് ഇന്ത്യ ഫേമസ് ആയിട്ടുള്ളത്. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പോട്രി, ജ്വല്ലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്? ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലായിരുന്നു ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ വേറെ ഒന്നിലും ഫേമസ് ആണ്. എന്തിലാണ്? സ്പൈസസിൽ അല്ലേ. നമ്മുടെ സ്പൈസസിലും ഇന്ത്യ ഫേമസ് ആണ് അല്ലേ. ജിഞ്ചർ, കാർഡമം എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫേമസ് ആണ് അല്ലേ. പെപ്പർ. അപ്പോൾ ഇന്ത്യ ഏതിലാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following organizations conduct the sample survey for calculating poverty line in India? അതായത്
ഏത് ഓർഗനൈസേഷനാണ് സാമ്പിൾ സർവേ നടത്തുന്നത്? പോവർട്ടി ലൈൻ, ഇന്ത്യയുടെ പോവർട്ടി ലൈൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് ഓർഗനൈസേഷനാണ് സാമ്പിൾ സർവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പിൾ സർവേ നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ 2 ഇസ് RBI, ഓപ്ഷൻ 3 ഇസ് CSO ആൻഡ് ഓപ്ഷൻ 4 ഈസ് NSSO. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ 4 NSSO ആണല്ലേ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണല്ലേ NSSO അല്ലേ. ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ CSO എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണല്ലേ, അതും എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അണ്ടറിലാണല്ലേ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as the Director General of National Investigation Agency by the Appointments Committee of the Cabinet in June 2022? അപ്പോൾ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ NIAയുടെ ഡയറക്ടർ ജനറലായിട്ട് ആരാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് ആമിർ സുബമി, ഓപ്ഷൻ 2 ഇസ് അരുൺ മിശ്ര, ഓപ്ഷൻ 3 ഈസ് നരേഷ് കുമാർ ആൻഡ് ഓപ്ഷൻ 4 ഈസ് ദിനകർ ഗുപ്ത. ഇതിൽ ആരാണ് വരുന്നത്? ഓപ്ഷൻ 4 ദിനകർ ഗുപ്തയാണ് അല്ലേ. ദിനകർ ഗുപ്തയാണ് എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഡയറക്ടർ ജനറൽ ഓഫ് NIA ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 2022 അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ ഹൗ മച്ച് ഓഫ് ടോട്ടൽ വേൾഡ്സ് സർഫസ് ഏരിയ? നമ്മൾ മൊത്തം ടോട്ടൽ വേൾഡിൻ്റെ സർഫേസ് ഏരിയ നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യ എത്ര പെർസെൻറ്റേജ് വരും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ എത്ര പെർസെൻറ്റേജ് വരും? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 ഇസ് 2.8, ഓപ്ഷൻ 2 ഇസ് 3.9, ഓപ്ഷൻ 4 ഇസ് 4.2 ആൻഡ് ഓപ്ഷൻ 4 ഈസ് 2.4. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 4 ആണല്ലേ. ഇന്ത്യ എത്ര സർഫേസ് ഏരിയ വരും മൊത്തം വേൾഡിൽ കണക്കാക്കുകയാണെങ്കിൽ 2.4% വരും ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Dash spent a lot of time at Harshavardhana's court and left a detailed account for what he saw. അതായത് ഈ പറയുന്ന ട്രാവലേഴ്സിൽ ആരാണ് ഹർഷവർദ്ധനയുടെ കോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആരാന്ന് നോക്കാം. ഓപ്ഷൻ 1 ഈസ് സ്വാങ് സാങ്, ഓപ്ഷൻ 2 ഈസ് ഫസിയാൻ, ഓപ്ഷൻ 3 ഈസ് കാങ് സെങ് ആൻഡ് ഓപ്ഷൻ 4 ഈസ് വൈജിങ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 1 സ്വാങ് സാങ് ആണല്ലേ. അദ്ദേഹമായിരുന്നു ആരുടെ കോർട്ടിലുണ്ടായിരുന്നത്? ഹർഷവർദ്ധനയുടെ കോർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഫസിയാൻ ആരുടെ കോർട്ടിലായിരുന്നു? ചന്ദ്രഗുപ്ത 2ൻ്റെ ആയിരുന്നു അല്ലേ. ചന്ദ്രഗുപ്ത 2ൻ്റെ കോർട്ടിലായിരുന്നു ആരുണ്ടായിരുന്നത്? ഫാസിയാൻ ഉണ്ടായിരുന്നത് അല്ലേ. സ്വാങ് സാങ് ആണ് ഹർഷവർദ്ധനയുടെ കോർട്ടിലുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ആരായിരുന്നു? ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്സ് ആയിരുന്നു. അവർ ട്രാവലേഴ്സ് ആയിരുന്നു അല്ലേ. ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്സ് ആയിരുന്നു, അതുപോലെ തന്നെ ട്രാവലേഴ്സ് ആയിരുന്നു ഈ പറയുന്ന രണ്ട് പേരും. ആദ്യത്തെ സ്വാങ് സാങ് എന്ന് പറയുന്നത് നമ്മുടെ ഹർഷവർദ്ധനയുടെ കോർട്ടിലും ഫാസിയാൻ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത 2ൻ്റെ കോർട്ടിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ വാസ് ഝാൻസി അനെക്സ്ഡ് ബൈ ലോർഡ് ഡാൽഹൌസി അണ്ടർ ദ പോളിസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഒരു ഫേമസ് ആയിട്ടുള്ള പോളിസി ആയിരുന്നു എന്ത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലേ. അപ്പോൾ അതുവഴി ലോർഡ് ഡാൽഹൌസി എപ്പോഴാണ് ഝാൻസി അനെക്സ് ചെയ്തത് അല്ലെങ്കിൽ ഝാൻസി പിടിച്ചടക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴായിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ 1 ഈസ് 1853, ഓപ്ഷൻ 2 ഈസ് 1850, ഓപ്ഷൻ 3 ഈസ് 1852 ആൻഡ് ഓപ്ഷൻ 4 ഈസ് 1848. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 1853 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 1853 എന്ത് സംഭവിച്ചിരിക്കുന്നത്? ലോർഡ് ഡാൽഹൌസി ഝാൻസി അനെക്സ് ചെയ്തിട്ടുള്ളത്. 1853 അനെക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A vessel is exposed to moisture for a long time. It acquires a dull green coating. What is the vessel made of? അതായത്
ഒരു വെസൽ മോയ്സ്റ്റ് എയറിലോട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോയ്സ്റ്റ് എയറിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഡള്ളായിട്ടുള്ളൊരു ഗ്രീൻ കോട്ടിംഗ് വരുന്നുണ്ട് ആ വെസലിന് ചുറ്റും. ഓക്കെ, അപ്പോൾ ആ വെസൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ 1 is copper, ഓപ്ഷൻ 2 is gold, ഓപ്ഷൻ 3 is iron and ഓപ്ഷൻ 4 is phosphorus. എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ 1 കോപ്പർ കൊണ്ടായിരിക്കും അല്ലേ? കോപ്പർ ഉണ്ടാക്കിയ വെസലിലാണ് നമ്മൾ എന്ത് കാണാറ്? ആ ഗ്രീൻ കളർ കോട്ടിംഗ് കാണാറ് അല്ലേ? അത് ഗ്രീൻ കളർ കോട്ടിംഗ് എന്തുകൊണ്ടാണ് കാണുന്നത്? കോപ്പർ ഓക്സൈഡ് കാരണമാണ് അല്ലേ? കോപ്പർ ഓക്സൈഡ് ഉണ്ടാവുന്ന കാരണമാണ് ആ ഗ്രീൻ കളർ കോട്ടിംഗ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.